പ്രാർത്ഥനയാണ്. സഹോദരങ്ങളെ, യൂസുഫ് നബി അലൈഹിസ്സലാമിനെ വ്യഭിചാരത്തിലേക്ക് ക്ഷണിച്ച ആ സഹോദരി ഉണ്ടല്ലോ, ആ സമയത്ത് യൂസുഫ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാണ്, റബ്ബി അസ്സിജ്നു അഹബ്ബു ഇലയ്യ, അള്ളാഹുവേ ജയിലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. കൊട്ടാര സമാനമായ ജീവിതത്തെക്കാൾ എനിക്ക് ഇഷ്ടം ജയിലാണ്. മിമ്മാ യദ്ഊനനി ഇലൈഹി വഇല്ലാ തുസ്രിഫ് അന്നി കൈദഹുന്ന, ഇനി ഞാൻ ആ അവസരത്തിൽ അള്ളാഹുവേ അവരുടെ തന്ത്രം നീ എന്നിൽ നിന്ന് തിരിച്ചു മാറ്റിയില്ലെങ്കിൽ ഞാൻ അവരിലേക്ക് വഴുതിപ്പോകും, അങ്ങനെ ഞാൻ അജ്ഞന്മാരിൽ ഒരാളായി പോകുന്ന അല്ലേ. ഇന്ന് യൂസുഫ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം എന്താ അറിയോ, അത്ര വലിയ അപകടകരമായ ഒരു വസ്തുവാണ് മൊബൈല് അല്ലേ. യൂസുഫ് നബി അലൈഹിസ്സലാം വ്യഭിചാരത്തിലേക്ക് വഴുതിപ്പോകുന്നതിനെയാണ് ഭയപ്പെട്ടത്. നമ്മളോ ആ വ്യഭിചാരം കാണുന്നു, കേൾക്കുന്നു, അറിയുന്നു അല്ലെ, എന്നിട്ടും നമ്മൾ അല്ലാ എന്ന് പറയുന്നെങ്കിൽ നമ്മുടെ പ്രാർത്ഥന അല്ലാഹ് സ്വീകരിക്കൂല. പരിശുദ്ധ റമളാനിൽ നമ്മുടെ ജീവിതത്തിൽ നിയന്ത്രിക്കേണ്ടുന്ന ഏറ്റവും ശക്തമായ ഉപകരണം മൊബൈൽ ഫോൺ തന്നെയാണ്. അത് ആണും പെണ്ണും ഒരു വ്യത്യാസമല്ല. ആരുടെയെങ്കിലൊക്കെ SMS കാത്തു നിൽക്കുന്നുണ്ടോ? നമ്മള് ആരുടെയെങ്കിലും ഫോൺ വിളി കാത്തു നിൽക്കുന്നുണ്ടോ? ഹറാമായത് കഴിഞ്ഞു. പിന്നെ നമ്മുടെ പ്രാർത്ഥനക്ക് റഹ്മാനായ റബ്ബ് ഉത്തരം നൽകുകയേ ഇല്ല. നോക്കൂ നിങ്ങൾ, അന്നത്തെ കാലത്ത് യൂസുഫ് നബി അലൈഹിസ്സലാം അകപ്പെട്ടു പോയൊരു ജീവിത സാഹചര്യം നോക്കൂ നിങ്ങൾ. അള്ളാഹ് 9-10 താഴെയുള്ള വർഷത്തിനാണ് ബിൽഅസിനി എന്ന് പറയാം. ഏകദേശം 9ഓളം വർഷം യൂസുഫ് നബി അലൈഹിസ്സലാമിനെ അള്ളാഹു ജയിലിലേക്കാണ് മാറ്റിക്കൊടുത്തു. ഇതൊരു പ്രാർത്ഥനയുടെ ഉത്തരമാണ്. എന്തേ യൂസുഫ് നബി അലൈഹി സ്വലാമക്ക് വേണ്ടത്? ഞാൻ വ്യഭിചാരത്തിൽ പെട്ടുപോകരുതേ എന്നാണ്. പടച്ചോനെ, ആ മാർഗത്തിൽ ഞാൻ അകപ്പെട്ടു പോകരുത്. അള്ളാഹ് നേരെ എന്ത് ചെയ്തു? ഒരു കേസ് ഉണ്ടാക്കി ജയിലിലേക്കാണ് മാറ്റി. അവിടെ സുഖമായിട്ടാണോ? അല്ല, അവിടെ എല്ലാവരും മറന്നുപോയി യൂസുഫ് നബി അലൈഹിസ്സലാമിനെ. ഞാൻ പറഞ്ഞെന്താ അറിയോ, ഇത് ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹമാണ് പ്രാർത്ഥന എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. സഹോദരങ്ങളെ, യഅഖൂബ് നബി അലൈഹിസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ പിതാവ്, തന്റെ മകൻ നഷ്ടപ്പെട്ട് സങ്കടപ്പെട്ട് കരഞ്ഞു പോയിട്ടുണ്ട്. ആ പ്രവാചകന്റെ മനസ്സിൽ എന്നും തന്റെ ബാക്കിയുള്ള 11 മക്കളോടും പറയും, യൂസുഫ് വരും എന്നും പറയും. ആ ചരിത്രത്തിൽ കാണാൻ പറ്റും. എന്നിട്ട് ഇവരെ കണക്കിലാണെങ്കിൽ ഇവർ കൊന്നിക്കുകയാണല്ലോ. അല്ലാഹ് എന്നെ നിരാശപ്പെടുത്തൂല എന്നാണ്. വർഷങ്ങൾ കടന്നുപോയിട്ടു. എന്നിട്ട് അദ്ദേഹം പ്രാർത്ഥിക്കാണ്, ഇന്നമാ അശ്കൂ ബസ്സി വഹുസ്നി ഇലല്ലാഹ്, അല്ലാഹുവേ എന്റെ ദുഃഖവും വേദനയും ഞാൻ അല്ലാഹുവിനോട് മാത്രമേ അവതരിപ്പിക്കുള്ളൂ. അതുകൊണ്ട് എന്റെ സങ്കടം ഒന്ന് കേൾക്കുന്ന. അല്ലാഹ് എങ്ങനെ തിരിച്ചു കൊടുത്തത്? യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ഈജിപ്തിൽ ഒരു ഭരണാധികാരിയാക്കി. ആ ഭരണാധികാരി തന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയിട്ടാണ് അല്ലേ. തന്റെ ബാക്കിയുള്ള മക്കളോടൊക്കെ ഒരു നിരാശയില്ലാതെ അദ്ദേഹം പറഞ്ഞു, റഹ്മാനായ റബ്ബ് തൗഫീഖുള്ളവനാ, എന്റെ മകനെ അള്ളാഹു എനിക്ക് നൽകുമെന്നാണ്. വർഷങ്ങൾക്ക് ശേഷം യുവാക്കോമളനായി ഒരു ഭരണാധികാരിയായിക്കൊണ്ട് അള്ളാഹു തിരിച്ച് നൽകുകയാണ്. നോക്കൂ നിങ്ങൾ, ഇത് ജീവിതത്തിൽ അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പ്രാർത്ഥന എന്ന് പറയുന്നത് നിരാശക്കുള്ളതല്ല, പ്രതീക്ഷക്കുള്ളതാണ് എന്ന്. യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിൽ ഉണ്ടായ പ്രതിസന്ധി എന്ത്? അദ്ദേഹം അള്ളാഹുവിനോട് ഒരു സങ്കടം തോന്നി. എന്ത്? താൻ ഇത്രയും കാലം പണിയെടുത്തിട്ട് ഒരാളും നേരായില്ലല്ലോ, ഏതായാലും ഇനി ഇവിടെ നിൽക്കണില്ല, ഞാൻ പോവാണ്. അള്ളാഹു അങ്ങോട്ട് പിടിച്ചങ്ങോട്ട് കുലുക്കി. നമ്മൾ പേടിക്കണം. നമ്മൾ അള്ളാഹ് പറഞ്ഞ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ ശരിക്ക് ചെയ്യണില്ലെങ്കിൽ അള്ളാഹ് ഒന്ന് നമ്മളെ കുലുക്കും, നന്നായി കുലുക്കും. എന്നോട് ഇപ്പൊ അടുത്തൊരാൾ പറഞ്ഞ അനുഭവം ഞാൻ പറയാം. ഗൾഫില് നല്ല സംവിധാനത്തിൽ നിൽക്കുന്ന ആള് സക്കാത്തിന്റെ അർഹതയിലേക്ക് താഴ്ന്നു പോയൊരു സാഹചര്യം പറയണ്ടായി. നല്ല പൊസിഷനിലായിരുന്നു. ഏകദേശം 150-150ഓളം ആളുകൾക്ക് തൊഴിൽ കൊടുത്തിരുന്ന സ്ഥാപനം
അത് തകർന്നു. അദ്ദേഹം പറയണേ, ഞാൻ ആ സമയത്ത് ജമാഅത്തിന് പോലും പള്ളിക്കെത്താൻ എനിക്ക് തിരക്കിയിരുന്നു. എന്നിട്ട് അദ്ദേഹം പറയാ, ഇപ്പൊ എനിക്ക് തിരക്കുണ്ടോന്ന് അള്ളാഹ് എന്നോട് ഇങ്ങനെ ചോദിക്കാണ്. ഇപ്പൊ എനിക്ക് തിരക്കുണ്ടോന്ന് അള്ളാഹ് ചോദിക്കാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ദുനിയാവും തന്നെ പടച്ചവനെ തോന്നിപ്പിച്ചുകൊണ്ട് ഞാനിപ്പോ രക്ഷപ്പെട്ടു എന്നാണ്. അത് ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാം. യൂനുസ് നബി അലൈഹിസ്സലാം ഒന്ന് നിരാശനായപ്പോ ഒരു മത്സ്യം അദ്ദേഹത്തെ വിഴുങ്ങുണ്ടായി. ആ യാത്ര ദീർഘിപ്പിക്കുന്നില്ല. ആ യാത്രയിൽ അദ്ദേഹത്തെ മത്സ്യം വിഴുങ്ങിയെന്നാണ്. മത്സ്യത്തിന്റെ ആ വയറ്റിൽ കിടന്നിട്ട് അദ്ദേഹം പ്രാർത്ഥിച്ചു എന്നാണ്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. പടച്ചോനെ, ഞാൻ ഒരു ദുൽമ് ചെയ്തിട്ടുണ്ട്, ഒരു അക്രമം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇതിനെ കഴിച്ചിലാക്കണേ. നീ ഏകനാണ്. അള്ളാഹു സംരക്ഷിച്ചു. അദ്ദേഹം കടലിന്റെ കരയിലേക്ക് ആ മത്സ്യങ്ങൾ തുപ്പിന്ന്. അദ്ദേഹം ആകെ പൊള്ളി മൃതശരീരനായിരുന്നു എന്നാണ്. ഒരു രക്ഷയില്ല. ആകെ ഉരണായി എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാതെ. അതിൽ അള്ളാഹ് ജിബ്രീലിനെ അയച്ചു കൊടുത്ത് ഒരു ചെരങ്ങ കാണിച്ചു കൊടുത്തു എന്നാണ്. അത് ശരീരത്തിൽ തേക്കാൻ വേണ്ടി പറഞ്ഞു എന്നാണ്. ഞാൻ പറഞ്ഞെന്താ അറിയോ, അള്ളാഹ് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി ഉണ്ടോ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ എൻ്റെ സഹോദരിമാരെ അള്ളാഹു ഉത്തരം നൽകും. നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം 300 ആളെ കൊണ്ടാണ് ബദറിലേക്ക് പോയത് അല്ലേ? ആയിരക്കണക്കിന് ശത്രു സൈന്യം വന്നത്. ആ ശത്രു സൈന്യം വന്നപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ ബദറിൽ വെച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ അൻജിസ്ലി മാ വഅദതനി. അല്ലാഹുവേ, നീ എനിക്ക് വാഗ്ദാനം ചെയ്ത ആ പ്രതിഫലം ഉണ്ടല്ലോ, അതൊന്ന് എനിക്ക്, എന്റെ പ്രാർത്ഥനക്കുള്ള ഉത്തരം ഉണ്ടല്ലോ, അതൊന്ന് പൂർത്തിയാക്കി നൽകണമേ. അള്ളാഹുവിനെ സ്വീകരിക്കാൻ അള്ളാഹ് സ്വീകരിച്ചു. ഇന്ന് നമ്മളെ നാട്ടിൽ റമദാൻ വന്നു, ഇനി ബദരീങ്ങൾ ആണ്ടുവരും. അള്ളാഹുവിന്റെ പ്രവാചകൻ ബദറിൽ പ്രാർത്ഥിച്ചത് അള്ളാഹിനോടാ. ഇനി നമ്മളെ നാട്ടിലൊക്കെ പാടെ കൂടി ആണ്ട് എന്ത് ചെയ്യും? ബദരീങ്ങളോട് പ്രാർത്ഥിക്കും. അതോടുകൂടി അള്ളാഹ് സഹായിക്കുന്നാണ് വിചാരം. അള്ളാഹു സഹായിക്കല്ല ചെയ്യാ, അള്ളാഹ് ശിക്ഷിക്കുക ചെയ്യാം. ബദരീങ്ങളോട് സ്നേഹമല്ലേ നമുക്ക്? ബദരീങ്ങളുടെ നേതാവ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ബദറിൽ വെച്ചിട്ടാണ് പ്രവാചകൻ പ്രാർത്ഥിച്ചത്, അല്ലാഹുമ്മ ഇൻ തഹ്ലിക ഹാദിഹിൽ ഇസാബ, അല്ലാഹുവേ, ഈ കൊച്ചു സംഘത്തെ എങ്ങാനും നീ നശിപ്പിച്ചാൽ ലാ തുഅബദു ഫിൽ അർളി അബദ, നിന്നെ മാത്രം ആരാധിക്കുന്ന ഒരു സംഘം ഇനി ഉണ്ടാവില്ല എന്ന്. അള്ളാഹ് നശിപ്പിച്ചില്ല, ആ പ്രാർത്ഥനകൾ സ്വീകരിച്ചു. ഇന്ന് അള്ളാഹിന്റെ തൗഫീക്ക് കൊണ്ട് ആ ഒരു ലക്ഷ്യത്തിൽ ജീവിക്കുന്ന സത്യവിശ്വാസികളായി റഹ്മാനായ റബ്ബ് നമ്മെ മാറ്റിയിരിക്കുന്നു എന്നാണ്. വിശ്വാസികളെ, പ്രാർത്ഥന അത്ര അത്യത്ഭുതമുള്ള കാര്യമാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഇരിക്കാൻ, ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അലാ ഉരീക ഇംറഅത്തുൻ മിൻ അഹ്ലിൽ ജന്ന. സഹോദരിമാരെ, അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുക, നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു പെണ്ണിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെയോ? അപ്പൊ അവിടേക്ക് ആദിഹി ഇംറഅത്തുൻ സൗദാ, ഒരു മെലിഞ്ഞു ഉണങ്ങിയ ഒരു സ്ത്രീ ഇങ്ങനെ വന്നിട്ടുണ്ട്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അടുത്ത് വന്ന് പറഞ്ഞു, ഇന്നി ഉസ്റ വ ഇന്നി അതകശഫ് ഫദ്ഉല്ലാഹി. റസൂലേ, ഞാനൊരു പ്രയാസത്തിലാണ്, എനിക്ക് രോഗമുണ്ട്, എനിക്ക് വേണ്ടി നിങ്ങൾ അത് ശിഫയാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അവർ അപസ്മാര രോഗിയായിരുന്നു. തന്റെ വീട്ടിൽ ധാരാളം പ്രാരാബ്ദങ്ങളുള്ള ഒരു സ്ത്രീയായിരുന്നു. അവരങ്ങാടിയിൽ വിറകെടുത്ത് വെള്ളം ചുമന്ന് തന്റെ കുടുംബത്തെ പോറ്റുന്ന സ്ത്രീയാണ്. പക്ഷെ അവർക്ക് അതിന്റെ പ്രയാസത്തിനിടയിൽ ബോധക്ഷയം ഉണ്ടാകും, അപസ്മാരളകും. അതുകൊണ്ട് റസൂലേ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എന്ന്. നോക്കൂ നിങ്ങൾ ആ സ്ത്രീയുടെ ഒരു ഈമാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് തിരിച്ചു ചോദിച്ചു, ഇൻ ശിഇതി സ്വബർതി വലക്കിൽ ജന്ന, നീ ക്ഷമിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ നിനക്ക് സ്വർഗമാണ്, എങ്കിൽ നിനക്ക് സ്വർഗമാണ്. ഉടനെ ആ സഹോദരി പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യാ? അസ്ബിറു, ഞാൻ ക്ഷമിക്കാം റസൂലേ, പക്ഷേ എന്റെ ഔറത്തൊന്ന് വെളിവാകാതിരിക്കുക പ്രാർത്ഥിക്കുന്ന. സഹാബത്ത് പറയാണ്, അവർ പലപ്പോഴും ആ ഉക്കാല ചന്തയുടെ പല കോണുകളിലും
അപസ്മാരം ഇളകി വീണ് കിടക്കുന്നത് ഞങ്ങൾ കാണാറുണ്ടായിരുന്നു. പക്ഷേ അവരുടെ ഔറത്ത് വെളിവായിരുന്നില്ല. അള്ളാഹിന്റെ റസൂൽ അതിനാ പ്രാർത്ഥിച്ചത്. ഞാൻ പറഞ്ഞ എന്തിനാ പറയുക, പ്രാർത്ഥന അങ്ങനെയാണ്. അള്ളാഹു അങ്ങോട്ട് സ്വീകരിക്കും, അള്ളാഹ് സ്വീകരിക്കും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രാർത്ഥന തിരിഞ്ഞും വരും കേട്ടോ. നോക്കൂ നിങ്ങൾ, ജുറൈജ് വലിയ ആബിദായിരുന്നു. അള്ളാഹുവിന് ഏറെ ഇഷ്ടപ്പെട്ട വ്യക്തിയായിരുന്നു. പക്ഷേ ജുറൈജ് പർണശാല കെട്ടി മലമുകളിൽ ഒരു താമസക്കാരനായി അവിടെ ഇബാദത്തിൽ മുഴുകി ആരും കാണണ്ട എനിക്കെന്ന് പറഞ്ഞങ്ങനെ ജീവിച്ച മനുഷ്യനാ. ആ സമയത്ത് ജുറൈജിനെ കാണാൻ ഉമ്മ വരിക. ഉമ്മ ആദ്യം വന്നപ്പോ ജുറൈജെ എന്ന് വിളിച്ചു. അപ്പൊ അദ്ദേഹം നിസ്കാരത്തിലാ. അപ്പൊ അദ്ദേഹം അള്ളാഹിനോട് പ്രാർത്ഥിക്കുക, പടച്ചോനെ നിസ്കാരാണോ ഉമ്മാനെ നോക്കലാണോ? അദ്ദേഹം തീരുമാനിച്ചു നിസ്കാര വലുത്. അങ്ങനെ ഉമ്മ തിരിച്ചുപോയി. രണ്ടാമത് എന്ത് ചെയ്തു? ഉമ്മ തിരിച്ചു വന്നു. പിറ്റേ ദിവസം വന്നു, അടുത്ത ദിവസം വന്നു. ഇപ്പോഴൊക്കെ നിസ്കാരത്തിലാണ്. സങ്കടം വന്ന് ഉമ്മ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ലാ തുമിത്തുഹു അത്താ തുറിയഹു വുജൂഹുൽ മുസ്ലിമാ. അല്ലാഹ് ഈ ജുറൈജിനെ വേശ്യകളുടെ അടിയിൽപ്പെടുത്താതെ നീ മരിപ്പിക്കരുതെന്നാണ്. എന്തുണ്ടായി? കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ അങ്ങാടിയിൽ ഒരു വർത്താനം, ഒരു വേശ്യസ്ത്രീ ഗർഭിണി ആയിക്കണു. ആരുതാണ്? കുട്ടി ജുറൈജിന്റെ. ആളുകളൊക്കെ ഇളകി ആ പർണശാല തല്ലിപ്പൊളിച്ചു. പക്ഷേ ആ തഖ്വയുള്ള മനുഷ്യനെ അള്ളാഹു സംരക്ഷിക്കുക. തൊട്ടിൽ കിടന്ന് കുട്ടി ആദ്യം സംസാരിച്ച സംഭവം നമ്മൾ ഈസാബിന് പറയില്ലേ, അതേപോലത്തെ ഒരു സംഭവം കുട്ടിനോട് ചോദിക്കാണ്, ആരാണ് നിന്റെ ഉപ്പ? ആ കുട്ടി സംസാരിച്ചു എന്നാണ് ചരിത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ. പക്ഷേ ഞാനിത് പറഞ്ഞ എന്തിനെന്നറിയോ, ആ ഉമ്മ ഇങ്ങോട്ട് പ്രാർത്ഥിച്ചപ്പോ അള്ളാഹ് അങ്ങനെ കബൂലാക്കി. അവിടെ എന്റെ അടിമയാണ്, ഓ ആബിദാണ് എന്നല്ല അള്ളാഹ്. ആ ഉമ്മയുടെ പ്രാർത്ഥനയെ അള്ളാഹ് സ്വീകരിക്കും. മക്കളെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളൊക്കെ ഒരു അർത്ഥത്തില്ലെങ്കിൽ മറ്റൊരു തരത്തെ മക്കളാണ്. വാപ്പയമ്മി മനസ്സ് തട്ടിയിട്ടാണ് പ്രാർത്ഥിച്ചാണല്ലോ, അത് അങ്ങനെ ഫലിക്കും. അതുകൊണ്ട് പ്രാർത്ഥന എന്നുള്ളത് ഒരു അത്യത്ഭുതമായ കാര്യമാണ്. നോക്കൂ നിങ്ങൾ, ചരിത്രത്തില് ഈ സലഫി വീക്ഷണത്തിന് എതിരായി ചരിത്രഗതി മാറ്റിയത് ഈ അബ്ബാസിയ കാലഘട്ടത്തിലൊക്കെ ഖുർആൻ സൃഷ്ടിവാദം വന്നപ്പോഴാണ്. അമവി കാലം കഴിഞ്ഞ് അബ്ബാസിയ കാലം വന്നപ്പോ ഈ ഖുർആൻ സൃഷ്ടിയാണ് എന്നുള്ള വാദം വന്ന സമയം. കലാമാണ് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ എന്നാണ് സലഫി വീക്ഷണം, എന്ന് പറഞ്ഞാൽ പൂർവികരുടെ വീക്ഷണം. നമ്മളെല്ലാവരും അത് വിശ്വസിക്കുന്ന ആൾക്കാരാ. എന്നാ അന്നത്തെ ആളുകൾ പറഞ്ഞു, ഖുർആൻ അള്ളാഹുവിന്റെ കലാമല്ല, മനുഷ്യൻ സൃഷ്ടിച്ചതുപോലെ ഒരു സൃഷ്ടിയാണ്. നമ്മൾ പഠിക്കേണ്ട വിഷയമാണ്. ഇതില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുപോലെ അന്ന് സംസാരിച്ച ഒരു ഇമാമാണ് അഹ്മദ് ബിൻ ഹംബൽ. അഹ്മദ് ബിൻ ഹംബലിനോട് ഏറ്റവും കൂടുതൽ തർക്കിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു അഹ്മദ് ബിൻ അബി ദുആ എന്നൊരു മനുഷ്യൻ. അദ്ദേഹം മുഅ്തസിലിക്കാരനായിരുന്നു. അദ്ദേഹം അന്ന് ആ ഭരണാധികാരിയുടെ ചട്ടുകമായിരുന്നു. അദ്ദേഹത്തോട് തർക്കിച്ച് ജയിക്കാൻ ആർക്കും കഴിയില്ലായിരുന്നു. അഹ്മദ് ബിൻ ഹംബലിനെ ചങ്ങലക്കൊക്കെ ഇട്ട് ബന്ധിച്ച് അദ്ദേഹം കഠിനമായി ശിക്ഷിച്ച് ഇങ്ങനെ കൊണ്ടുപോകാം. അന്ന് അദ്ദേഹം പ്രാർത്ഥിക്കാണ്, അല്ലാഹുമ്മ ലാ തജ്മഅ ബൈനി വബൈനഹു ഫി ദാർ. പടച്ചോനെ, ഈ മനുഷ്യനെ എന്നെയും ഒരേ വീട്ടിൽ ഒരേ സമയത്ത് നീ കണ്ടുമുട്ടിക്കല്ലേ. ഞാൻ പറഞ്ഞെന്താണെന്നറിയാമോ? ഞാൻ ഖുർആനിൽ നിന്ന്, പ്രവാചക ചരിത്രത്തിൽ നിന്ന്, പൂർവികരുടെ ചരിത്രത്തിൽ നിന്ന്, പ്രവാചകന് ശേഷമുള്ള ചരിത്രത്തിൽ നിന്ന് പ്രാർത്ഥനകളുടെ ഫലത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഞാൻ വിചാരിക്കണേ. ഞാൻ ഇങ്ങനെ ഒരു ക്രമത്തിൽ പറയാൻ കാരണം, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആയുധം പ്രാർത്ഥനയാണ്. നമ്മൾ പ്രാർത്ഥിച്ച അല്ലാഹ് കേൾക്കും. കാരണം എന്താ അറിയോ, അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച രൂപത്തിൽ പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആൻ പറയാ, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. തീർച്ചയായും ഇക്കൂട്ടർ യുസാരിഊന, അവർ ധൃതിപ്പെട്ട് മുന്നോട്ട് വരുന്നവരാണ്. അൽ ഖൈറാത്ത്, തങ്ങളുടെ ജീവിതത്തിൽ ഒരു ചാൻസ് കിട്ടിയാൽ, ഒരു നന്മ കിട്ടിയാൽ, ഒരു അവസരം കിട്ടിയാൽ അത് മുഴുവൻ നന്മയിൽ ധൃതി കാണിക്കുന്നവരാണ്. എന്നിട്ടല്ല പറയാ, വയദ്ഊനനാ റഗ്ബൻ വറഹബ. വെറുതെ കേവലമായ പ്രാർത്ഥനയല്ല, മനസ്സ് തട്ടി സങ്കടത്തോടു കൂടി, പ്രതീക്ഷയോടു കൂടി, ആഗ്രഹത്തോടു കൂടി അവർ പ്രാർത്ഥിക്കും.
ആ പ്രാർത്ഥിക്കുന്നവരുടെ ഗുണം എന്താണെന്നറിയോ? വക്കാനൂ ലനാ ഖാശിഈൻ. എന്തൊക്കെ തിന്മകളുണ്ടോ ആ തിന്മകളൊക്കെ എനിക്ക് ഹറാമാണ് എന്ന് ചിന്തിച്ച് അതൊരു വാക്കായി, ഒരു പ്രവൃത്തിയായി, ഒരു ചിന്തയായി, സമ്പാദ്യമായി, ഇടപെടലായി, എന്താവട്ടെ ഹറാമാണോ അതിന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അത് തീരുമാനിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവർ ആണ് അവർ എന്നാണ്. അതാണ് തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ. അവരുടെ കിടക്കകളിൽ നിന്ന് അവരുടെ പാർശ്വങ്ങൾ അങ്ങോട്ട് എഴുന്നേൽക്കുന്ന അല്ലേ. ഇപ്പൊ നമുക്ക് എന്തൊരു സന്തോഷ സഹോദരങ്ങളെ, പകൽ ഉറങ്ങാൻ കഴിയണില്ല അല്ലേ, ഈമാനില്ലെന്ന് ഉറങ്ങാൻ കഴിയില്ല. ഞാൻ ഉറങ്ങണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. അതെന്തറിയോ, ഉറങ്ങിപ്പോയാൽ ഈ പകല് ആ സമയം വേസ്റ്റ് ആയില്ലേ. ഉറങ്ങിയവൻ എന്താ കാര്യം? ഉറങ്ങാൻ വിചാരണയും കൂടി ഇല്ല. ഉറക്കത്തിൽപ്പെട്ട നിസ്കാരം വൈകിയാൽ പോലും എന്തില്ല, കുറ്റല്ല. എന്നിട്ട് റമദാൻ മാസം നോമ്പിട്ടിട്ട് ഉറങ്ങിയ പിന്നെ എന്തിനാ പറ്റുക അല്ലെ? ഉറങ്ങണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ, അത് ഓരോ ആവശ്യത്തിനനുസരിച്ചാണ്. അള്ളാഹ് പറയണേ അവരുടെ കിടപ്പാടങ്ങളിൽ നിന്ന് അവരുടെ എഴുന്നേൽക്കും. എന്തിനെന്നറിയങ്ങളെ, യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. പേടിയാണ് അവർക്ക്, ഭയമാണ് അവർക്ക്. അത് മാത്രല്ല, അവർക്ക് നൽകിയതിൽ നിന്ന് അവർ ദാനധർമ്മം ചെയ്യുന്ന. ഈ റമളാൻ മാസം വന്നാല് 3 ഗുണമാണ് അവർക്ക് ഉണ്ടാവുക. ഒന്ന്, അവർ നിതാന്ത ജാഗ്രതയിൽ ഇബാദത്ത് എടുക്കുന്നവർ ആയിരിക്കും. അവർ ജീവിതത്തിന്റെ ഓരോ സെക്കൻഡും കഴിഞ്ഞുപോയ 36 കൊല്ലം, 56 കൊല്ലം, 42 വയസ്സ് വരെ ഓർമ്മ വെച്ച നാള് മുതൽ ഓരോ വക്തിലിരുന്ന് ഇങ്ങനെ പരിശോധിക്കും. പടച്ചോനെ, കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത്, SLCക്ക് പഠിക്കണ കാലത്ത്, പടച്ചോനെ പെണ്ണ് കെട്ടുന്നതിന് മുമ്പ്, കെട്ടിയതിന് ശേഷം, ഇങ്ങനെ ഗൾഫിലായപ്പോ ഇങ്ങനെ ആലോചിക്കും. എന്നിട്ട് പടച്ചോനോട് ഇങ്ങനെ ഇസ്തിഗ്ഫാറിന് ചോദിക്കും. അവന്റെ കണ്ണ് നിറയും, മനസ്സ് പെടക്കും. ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ഗുണം നമുക്കുണ്ടാകും. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. കിട്ടിയ സ്വത്തിൽ നിന്ന് എല്ലാ നല്ല കാര്യങ്ങൾക്കും അവർ ചെലവഴിക്കും അല്ലെ. ഇപ്പൊ നമ്മളോട് ആളുകൾ ഇങ്ങനെ ചോദിക്കും, നമുക്ക് സ്വർഗത്തേക്കുള്ള ചോദ്യമാണ് ഈ ആൾക്കാർ ചോദിക്കണമെന്ന് മാത്രമേ നമുക്ക് പിശാച് മനസ്സിലാക്കി തരൂല. എന്താ ചോദ്യം? ജാമിഅ അൽ ഹിന്ദിന് ഫണ്ട് കൊടുത്തോ? എല്ലാ കൊല്ലം കൊടുക്കണം അല്ലെ, കൊടുത്തോളി. അവിടുന്ന് ഇറങ്ങുന്ന കുട്ടികൾ ആയത്തു ഹദീസ് ഓതി പ്രസംഗിക്കുമ്പോ, എഴുതുമ്പോ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോയി ദീനി കാര്യങ്ങൾ ചെയ്യുമ്പോ നിങ്ങളറിയാതെ ഖബർക്ക് കിട്ടും. അതേ സ്ഥാപനം ഇടത്തനാട്ടുകാരുണ്ട്, നിങ്ങൾ കൊടുത്തോളിയും, നാളെ പരലോകത്ത് നിങ്ങൾക്ക് കിട്ടും. കേരളത്തിനകത്തും പുറത്തുള്ള ദഅവ സംവിധാനങ്ങൾ നടത്താൻ ദഅവത്ത് ഫണ്ട് ശേഖരിക്കുന്നു, നിങ്ങൾ കൊടുത്തോ? ആ കൊടുക്കുമ്പോ ഞാൻ പറയുന്നത്, നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, പക്ഷെ കൊടുക്കുമ്പോ മനസ്സ് നന്നാണ്. ആരെങ്കിലും മുജീബ് സലഫി ചോദിച്ചോന്നോ, ഹുസൈൻ എഞ്ചിനീയർ ചോദിച്ചു, പിന്നെ ഇസാഖ് എഞ്ചിനീയർ ചോദിച്ചോ, ഒന്നല്ലേ നമ്മളെ മനസ്സിൽ. അത് സക്കാത്തിന്റെ കണക്കായാലും സദഖന്റെ കണക്കായാലും കൊടുക്കുമ്പോ പടച്ചോനെ, ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് തതജാഫാ ജുനൂബുഹും അനിൽ മളാജി. അതെ, ഞാനിന്ന് 4 മണിക്ക് എഴുന്നേറ്റ ആളാ, ഞാനിന്ന് തറാവീഹ് നിസ്കരിച്ച ആളാ, നോമ്പനുഷ്ഠിച്ച ആളാ, ഞാൻ പ്രാർത്ഥിച്ച ആളാണ്. ഇനി അള്ളാഹ് ആയത്തിൽ പറഞ്ഞൊരു ഗുണം കൂടി ഉണ്ട്, വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. കൊടുക്കാനും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്നും കൊടുത്തിട്ടുണ്ട്, ഒരു 100 റുപ്യ കൊടുത്തിട്ടുണ്ട്, 50 റുപ്യ കൊടുത്തിട്ടുണ്ട്, 5000 കൊടുത്തിട്ടുണ്ട് റബ്ബേ എന്ന് പറയാൻ നമുക്ക് കഴിയണം. പക്ഷെ മനുഷ്യനെ കുറിച്ച് അള്ളാഹ് പറഞ്ഞ എന്താ നിങ്ങള്, ഇദാ മസ്സൽ ഇൻസാനു അദ്ദുർ, മനുഷ്യനൊരു പ്രയാസം ബാധിച്ചാൽ ദഅാനാ ലിജംബിഹി ഔ ഖാഇദൻ ഔ ഖായിമാ, നിന്നും ഇരുന്നും കിടന്നൊക്കെ അള്ളാഹുവോട് പ്രാർത്ഥിക്കും. ഒരു റിസൾട്ട് ഒന്നും തെറ്റിയാല്, ക്യാൻസർ ആണോ എന്ന് പേടിച്ചു പോയ റിസൾട്ട് വന്നു, അല്ലെങ്കിൽ സ്ട്രോക്ക് ആണോ എന്ന് പേടിച്ചു പോയി, അതാണ് മാറിയാലോ, അത് മാറോളം ഇരുന്നും കടന്നോം പ്രാർത്ഥിക്കും. എന്നാലേ നിഫാഖുള്ള മനുഷ്യന്റെ പ്രാർത്ഥനയെ കുറിച്ച് അള്ളാഹ് പറയാ, അവനൊരു പ്രയാസം വന്നാൽ അവൻ പ്രാർത്ഥിക്കും, പക്ഷേ ആ പ്രയാസങ്ങൾ നീങ്ങിയാൽ മർറക അല്ലം യദ്ഉനാ ഇലാ ദുർരിൻ മസ്സഹു, അവനൊരു പ്രയാസവും ഇതുവരെ ബാധിച്ചിട്ടില്ല എന്ന കോലത്തിൽ പിന്നെ അവനാണ് ജീവിക്കുന്നത്. അള്ളാഹ് പറയാണ് കദാലിക സുയ്യിന ലിൽ മുസ്രിഫീന മാ കാനൂ യഅമലൂൻ. ഇങ്ങനെയാണ് അതിര് വിട്ടുപോയ ആളുകൾക്ക് അവരുടെ കാര്യങ്ങൾ അള്ളാഹു ഭംഗിയാക്കി കൊടുക്കുക എന്നാണ്. യഥാർത്ഥത്തിൽ അള്ളാഹു നമ്മുടെ പ്രാർത്ഥനക്ക് ഉത്തരം നൽകും, അള്ളാഹു നമ്മെ പരിഗണിക്കും. ഖുൽ മാ യഅബഉ ബിക്കും റബ്ബി ലൗലാ ദുആഉക്കും. നിങ്ങളെ പ്രാർത്ഥന അല്ലെങ്കിൽ അള്ളാഹു നിങ്ങളെ പരിഗണിക്കൂല എന്നാണ്. അപ്പൊ അള്ളാഹ് പരിഗണിക്കണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണം. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടി നടത്തിയ പ്രാർത്ഥന ഉണ്ട്. ഇത് എത്ര പേർക്ക് അറിയും?
അള്ളാന്റെ റസൂൽ പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ. ഒന്ന് പറഞ്ഞു നോക്കി, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ. അല്ലാഹുവേ, ഉപകാരപ്രദമല്ലാത്ത അറിവ്, എനിക്ക് നാളെ പരലോകത്ത് പ്രയോജനം കിട്ടാത്തൊരു അറിവ്, അത് എനിക്ക് കിട്ടരുതേന്ന്. പ്രയോജനമുള്ളത് കിട്ടണം. അടുത്തതെന്താ? വമിൻ ഖൽബിൻ ലാ യഖ്ശ, വമിൻ ഖൽബിൻ ലാ യഖ്ശ. നിന്നെ ഭയക്കാത്ത, നിന്നെ പേടില്ലാത്തൊരു മനസ്സ് അതെനിക്ക് ഉണ്ടാവരുത്. വമിൻ നഫ്സിൻ ലാ തശ്ബഅ, നിറയാത്ത ഒരു മനസ്സ്, എത്ര കിട്ടിയാലും തികയാത്തൊരു മനസ്സ്. പടച്ചോനെ, അങ്ങനെ ഒരു പരീക്ഷണം എനിക്കുണ്ടാവരുത്. വമിൻ ദഅവത്തിൻ ലാ യുസ്തജാബു ലഹാ, ഉത്തരം കിട്ടാത്ത പ്രാർത്ഥിക്കുന്ന, ഒരു വൃഥാ പ്രാർത്ഥന നടത്തുന്ന ആളെ കൂട്ടത്തിലും അള്ളാഹുവെ നിന്നെ ഉൾപ്പെടുത്തല്ലേ. ആര് പ്രാർത്ഥിച്ചതാ? അള്ളാന്റെ റസൂൽ. ഇത് പ്രാർത്ഥിക്കാൻ ആരെ അയക്കൂലെന്നറിയോ? ശൈത്താൻ നമ്മളെ അയക്കൂല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ. ഇനി ആർക്കാണ് അള്ളാഹു ഉത്തരം നൽകാതിരിക്കാന്നറിയങ്ങള്? ഞാൻ നേരത്തെ പറഞ്ഞ ഷിർക്ക് കലർന്ന പ്രാർത്ഥന ഉണ്ടോ? ഉത്തരം കിട്ടൂല. ഷിർക്ക് കലർന്ന പ്രാർത്ഥന ഉണ്ടോ? ഉത്തരം കിട്ടൂല. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞില്ലേ, വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ്, അള്ളാഹ്ക്ക് പുറമെ മറ്റുള്ളവർ വിളിച്ച് പ്രാർത്ഥിക്കുന്നവനേക്കാൾ വഴി പിഴച്ചവൻ ആരുണ്ട്? ഓൻ എത്ര നല്ല കുപ്പായിട്ടിട്ടും കാര്യമില്ല, എത്ര നല്ല താടി നീട്ടി വാർത്തിട്ടും കാര്യമില്ല, അവന്റെ ജീവിതത്തിൽ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ട് എങ്കിൽ അവൻ അള്ളാഹു ഉത്തരം നൽകുകയില്ല. ഹത്താ യൗമൽ ഖിയാമ, ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ എന്ത് ചെയ്യൂല? അള്ളാഹു അവന്റെ പ്രാർത്ഥനക്ക് ഉത്തരം നൽകൂല. അപ്പൊ ഷിർക്ക് അള്ളാഹു പ്രാർത്ഥനക്ക് ഉത്തരം നൽകൂല. അല്ലെ? കഴിഞ്ഞ ദിവസം നോമ്പിന് ഒരു പരസ്യം കണ്ടു. എന്താ പരസ്യം എന്നറിയങ്ങള്? ഈ പുണ്യരാവുകളിൽ നമുക്ക് സിയാറത്ത് പോകാം. ഹേയ്, പുണ്യരാവിൽ എവിടുക്ക സിയാറത്ത്? ഞാൻ പറയണ്ടല്ലോ, ഞാൻ ബാക്കി വെറുതെ എന്റെ നാവുകൾ എടുത്തിട്ടുണ്ടല്ലോ. മനുഷ്യന്മാരങ്ങനെയാണ്. പരിശുദ്ധ റമളാന് പോലും അവരെന്ത് ചെയ്യൂല? വെറുതെ വിടൂല. അതുകൊണ്ട് എവിടുക്ക സിയാർത്ത് പോകണ്ടറിയോ? നമ്മളെ ഖബറിനെയാണ് സിയാർത്ത് ചെയ്യേണ്ടത്. ഞാൻ അതാ പറയാം. നമുക്കൊരു ഖബറില്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മളൊക്കെ മഹല്ലില് നമ്മളെ ഒപ്പിമ്മയൊക്കെ കടക്കണിന്റെ പുറത്തൊരു സ്ഥലം, ഒരു 6 അടി നമുക്കില്ലേ? ഉണ്ടല്ലോ. അതൊന്ന് ആലോചിച്ച് നോക്കണെങ്കിൽ അവിടേക്ക് സിയാർത്ത് കൊണ്ട് റമളാൻ മാസത്തില് ഞാൻ അവിടേക്ക് എത്തുമ്പോ എന്റെ അടുത്ത് എന്തുണ്ട് എന്നാണ് ചിന്തിക്കേണ്ടത്. അപ്പോഴാണ് നമ്മുടെ മനസ്സ് കലങ്ങി റഹ്മാനായ റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കുക. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചതാണ്, ഒരാളുടെ പ്രാർത്ഥന ശിർക്ക് ഉണ്ടെങ്കിൽ അള്ളാഹു സ്വീകരിക്കുകയില്ല. രണ്ടാമത്തെ എന്താ നിങ്ങള് ശ്രദ്ധിക്കണില്ലേ? ഇബാദത്തിൽ ശ്രദ്ധയില്ലാത്തവന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കൂല. ഇബാദത്തിൽ ശ്രദ്ധയില്ലാത്തവന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കൂല. എന്താ ഇബാദത്തിൽ ശ്രദ്ധ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ, അവന്റെ ജീവിതത്തിൽ എന്തൊക്കെ തിരക്കാണെങ്കിലും ആ തിരക്കിനിടയിൽ അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകുക എന്നുള്ളത് തന്നെയാണ് തഖ്വ എന്ന് പറയുന്നത്. 5 നേരത്തെ നിസ്കാരം ഈ പരിശുദ്ധ റമളാനിൽ അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ള എല്ലാ ഷറുത്തും ഫറളും ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് നിസ്കാരത്തെ ക്രമീകരിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ നന്മകൾ വരുത്തും. അള്ളാഹ് പറയാണ്, ഇന്നൽ മുനാഫിഖീന, തീർച്ചയായും കപട വിശ്വാസികൾ യുഖാദിഊനല്ലാഹ്, അവർ അള്ളാനെ വഞ്ചിക്കാനാണ് അവർ വിചാരിക്കുന്നത്. പക്ഷെ വഹുവ ഖാദിഉഹും, അവരാണ് വഞ്ചിക്കപ്പെടുന്നത്. എന്താണ്? ഞാൻ നിസ്കരിക്കണ്ടല്ലോ, ഞാൻ സുബഹി നിസ്കരിച്ചല്ലോ, എന്റെ കട്ടിലിന്റെ മൂലൊക്കെ ഞാൻ നിസ്കരിച്ചല്ലോ, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ഞാൻ ദാനം ചെയ്യുന്നുണ്ടല്ലോ. ഇങ്ങനെ ഇഖ്ലാസില്ലാത്ത, മനസ്സിൽ തട്ടാത്ത ഇബാദത്തുകൾ എടുക്കുന്ന ആളുകൾ, അവരുടെ സ്വഭാവം പറഞ്ഞു, ഇദാ ഖാമൂ ഇലസ്സലാത്തി ഖാമൂ കുസാല, അവർ നിസ്കരിക്കാനാണ് നിന്നാലും വളരെ അലസന്മാരും അശ്രദ്ധയിലുമായിരിക്കും. തറാവീഹിന്റെ 8 റക്അത്ത് ആദ്യത്തെ തക്ബീറിന് കൈകെട്ടുമ്പോ തന്നെ ഒരു ഇടങ്ങാറ്. അതിനിപ്പോ ഇന്ന് മോലര് എവിടേക്കാണ് ഓതുകയെന്നാവുന്നു. ഒരു പള്ളി കമ്മിറ്റി തന്നെ പ്രശ്നം ഉണ്ടായി. എന്താണ്? ബംഗാളിക്ക് അറിയില്ല, ഇത് തോന ഓതാൻ പാടില്ലാത്ത പള്ളിയാണ്.
ആ സാധുവിനെ കൊണ്ട് ഇമാമർത്തി ഓനെ എല്ലാ സലഫി പള്ളിയിലും കുറച്ച് നീട്ടി അതിൽ 4 കച്ചവടക്കാര് 4 ചൊറിഞ്ഞ വർത്താനം. നീ കച്ചവടക്കാരെന്നോനും പറയണ്ട. എന്താ ഞങ്ങൾക്ക് കച്ചവടം ഒന്നും ചെയ്യണ്ടേ? ടൗണിലെ പള്ളിയാന്ന് അറിയില്ലേ? കമ്മിറ്റിക്കാർക്ക് ഇയാളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനല്ലേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞെന്താ അറിയോ, ഇങ്ങനെ ഈ നിസ്കാരം എന്ന് പറയണത് നമുക്കൊരു 10,000 റുപ്യ കിട്ടണിലേറെ മെച്ചാണെങ്കിൽ അല്ലെ, ഇപ്പൊ ഒരു സോഷ്യൽ മീഡിയയിലേക്ക് കാണാൻ പറ്റും, കാശോട്ടിങ്ങനെ എടുത്ത് നടക്കും, എത്ര വേണമെങ്കിലും 30 സെക്കൻഡ് കൊണ്ട് എണ്ണി എടുക്കാൻ അല്ലെ, എത്ര ആളതിന് കാത്തിക്കണേ. കൂട്ടരെ, ഞാൻ നിങ്ങൾ എന്നും കാണുന്ന ആൾക്കാരല്ലേ, ഞാൻ ആത്മാർത്ഥമായിട്ട് പറയണേ, നമ്മളെ ജീവിതത്തിൽ എണ്ണി എടുത്താൽ കിട്ടാത്തത്ര വലിയ സ്വത്താണ് ഒരു വക്ത് നമസ്കാരം എന്ന് പറയുന്നത്. അതിന് അള്ളാണ് കൂലിട്ടുണ്ടല്ലോ. നമ്മളെ ജീവിതത്തിൽ എല്ലാ തിന്മകൾക്കും അത് മതിയാകും. അതെങ്ങനെയായിരിക്കും എന്നറിയാം. നമുക്കന്നെ എഴുന്നേറ്റ് പോരാൻ പറ്റാത്തൊരു സമയത്താണ് എഴുന്നേൽക്കാൻ കഴിയണം. നല്ല ക്ഷീണുണ്ട്, പ്രായം കൊണ്ടുള്ള പ്രയാസമുണ്ട്, മരുന്ന് കുടിച്ചിട്ടുണ്ട്, അതിന്റെ കുഴക്കുണ്ട്. പക്ഷേ അസ്സലാത്തു ഖൈറും മിനൻ നൗം കൂത്തി നേർന്ന് ആ സ്കൂട്ടി സ്റ്റാർട്ടാക്കി ആ സെഫിൽ വന്ന് നിൽക്കുമ്പോണ്ടല്ലോ, റഹ്മാനായ റബ്ബിനൊരു നോട്ടുണ്ട്. ആ നോട്ടാണ് കിട്ടും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാത്തോ അഖാമുസ്സലാ ഖാമു കുസാല, അവര് നിസ്കാരത്തിൽ അലസന്മാരായിരിക്കും. പിന്നെ ഒരു വരും യുറാഊനന്നാസ, ജനങ്ങളെ കാണിക്കാൻ വേണ്ടി. അവരുദ്ദേശതാണ് വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീല. ആ നിസ്കാരത്തിൽ ഒരു അല്ലാഹുവിനെ ഓർമ്മ ഉണ്ടാവില്ല. അപ്പോഴും ആ കച്ചവടത്തെക്കുറിച്ച്, ജോലിയെക്കുറിച്ച്, അവിടുത്തെ പ്രശ്നങ്ങളെക്കുറിച്ച് അത് മാത്രമായിരിക്കും ചിന്തിക്കുക. അള്ളാഹു കാക്കുമാറാവട്ടെ. ഞാൻ ചുരുക്കി പറയാം, നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. മൂന്നാമത്തെ ഒരു കാര്യം എന്താ, നിങ്ങള് ഹറാമ് ഭക്ഷിക്കണ ഒരാളുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കൂല. ഇതില് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാല്, സക്കാത്ത് കൊടുക്കാത്ത സ്വത്ത്, അനന്തരം കൊടുക്കാത്ത സ്വത്ത്, വാപ്പിമ്മയൊക്കെ മരണപ്പെട്ടു വരുന്നു, പെങ്ങന്മാർക്കും ജ്യേഷ്ഠാഞ്ചന്മാർക്കും ഒന്നും കൊടുക്കാതെ ഇങ്ങനെ അടക്കി വെച്ച് നടക്കണ്ടാവും. ഇങ്ങനത്തെ സ്വത്ത് ഉണ്ടാവും. തൃപ്തിയില്ലാത്ത സ്വത്ത്, കച്ചവടത്തിൽ ഹറാമ് കാണിച്ച സ്വത്ത്, ഇതൊക്കെ ഉണ്ടെങ്കിൽ പേടിച്ചോളി. നമ്മളെ ശരീരത്തിൽ ഒരു വിയർപ്പിന്റെ മണം ഉണ്ടെങ്കിൽ അത് നമ്മൾ കഴുകി വൃത്തിയാക്കുന്നത് പോലെ ഒരു ദിവസം 3 വട്ടമൊക്കെ കഴുകണിയിലെ നമുക്ക് മടില്ലെങ്കിൽ നല്ലോണം പേടിച്ചോളി. ഇത് നമ്മുടെ ജീവിതത്തില് ഭക്ഷണം ഹലാലാക്കിയിട്ടില്ലെങ്കിൽ അള്ളാഹു സ്വീകരിക്കൂല എന്നത് നമ്മൾ അറിയണം.